ഹലോ, നിങ്ങൾ നല്ല അസല് ട്രിബിൾ റിലേഷൻഷിപ്പിലാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് ഉണ്ടാകുന്ന കഥകളൊക്കെ ഞാനിതൊക്കെ ആരോട് പോയി പറയും എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ടോ? മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോ, അല്ലെങ്കിൽ വല്ലാതെ ലൈഫിൽ ഒറ്റപ്പെടുമ്പോ, ഭയങ്കരമായിട്ട് സങ്കടം വരുമ്പോ, ഭയങ്കരമായിട്ട് സന്തോഷം വരുമ്പോ, തനിച്ചിരിക്കുമ്പോ, എല്ലാ സമയത്തും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ടോ? ഒരു പാർട്ട്ണർ ഉണ്ടായിട്ട് കൂടി നിങ്ങളുടെ ഗുണോ നിറോ വലിപ്പോ അല്ലെങ്കിൽ തുടിപ്പോ ഡ്രസ്സോ അല്ലെങ്കിൽ ആഭരണോ മേക്കപ്പോ ഇതൊന്നും എന്തായാലും വിഷയമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ കൂടെയുള്ളത്? നോ ഡൗട്ട് അത് ഫ്രീഡം അല്ല. ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടി പറയട്ടെ. അപ്പൊ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ എണീച്ച് ഇങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു, എന്തിനാ ഞാനിപ്പോ ജീവിക്കുന്നത്, എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? നമ്പർ 1, അതിങ്ങനെ നീണ്ടു പോയിട്ട് വല്ലാത്ത ഒറ്റപ്പെടലാവും, സങ്കടാവും, കരച്ചിലാവും, എല്ലാ ദിവസവും കരച്ചിലാവും, പതിയെ ഡിപ്രഷനാവും. ഏത് ഡിപ്രഷൻ? ഈ പൊട്ടിത്തെറിക്കുന്ന ഡിപ്രഷൻ. ഇതൊക്കെ കേൾക്കുന്ന പുരോഗമനവാദികളായിട്ടുള്ള പലരും പറയും, ആ നിമിഷം ക്വിറ്റ് ചെയ്യണം ആ റിലേഷൻഷിപ്പ് എന്ന്. പക്ഷെ ഇതിന് പോലും കഴിയാത്ത ഒരുപാട് പേര് ചുറ്റുമുള്ള ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇതിനൊക്കെ ഒരൊറ്റ പോംവഴിയുള്ളൂ, എസ്കേപ്പിസം. നമ്മൾ ആ പോയിന്റ് ഓഫ് സെന്റർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ഇല്ലേ, അതിൽ നിന്ന് പതുക്കെ ഇങ്ങോട്ട് പിന്തിരിയുക. എന്നിട്ട് നമ്മുടെ ഒരു ഹാപ്പിനെസ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം, സ്വയം സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അത് ചെറുതായി ഒരു ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് തൊട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങള് ഇങ്ങനെ നിറവേറ്റി പോയാൽ തന്നെ നമ്മൾ ഓക്കെയാണ്. നമുക്ക് നമ്മൾ തന്നെ പാർട്ട്ണർ ആവുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ടും ഇടാത്ത ഒരു പാർട്ട്ണറുമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങൾ തന്നെ ആവട്ടെ. ചുരുക്കം പറഞ്ഞാൽ സെന്റർ ഓഫ് ഫോക്കസ് ഒരു പേഴ്സണിൽ നിന്ന് മാറ്റിയിട്ട് അവർ ഹാപ്പിനെസ് എന്നൊരു ടേമിലേക്ക് എത്തിയാൽ നമ്മൾ അടിപൊളിയാടോ. താങ്ക് യു.